പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ ശരീരത്തിൽ മുറിവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ. നാം ഈ മുറിവുമായി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ആദ്യം എന്താ ചെയ്യുന്നത്? ആ മുറിവ് നന്നായി ഒന്ന് പരിശോധിച്ച് അതിനെ വൃത്തിയാക്കും അല്ലേ. അതിനകത്തെ അഴുക്കൊക്കെ കളഞ്ഞ് ഞെക്കി ആ ആ പഴുപ്പും ആ ദുഷിച്ച രക്തവും ഒക്കെ കളഞ്ഞിട്ട് അതിനകത്ത് മരുന്ന് വെച്ച് ഡ്രസ് ചെയ്യും. ആ പ്രോസസ് ഭയങ്കര വേദനയല്ലേ. ആ വേദനയിലൂടെ പോയിട്ടുള്ളവർക്കറിയാം. പക്ഷേ ആ വേദന അതൊരു വലിയ സൗഖ്യത്തിനായിട്ടുള്ള വേദനയല്ലേ അല്ലേ? യെസ്. ചില മുറിവുകൾ, ചില വേദനകൾ അതെന്നേക്കുമായി അപ്രകാരം വേദനയോട് നിങ്ങൾ ജീവിക്കേണ്ടതിനല്ല, വലിയൊരു സൗഖ്യത്തിലേക്ക് നയിക്കേണ്ടതിനാ. നമ്മളുടെ കർത്താവ് ശിക്ഷിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മളെ കൂടുതൽ നന്നാക്കുവാൻ, ഒരു നല്ല വ്യക്തിത്വമായി പാകപ്പെടുത്തുവാൻ. ആ ശിക്ഷകൾ നമ്മൾക്ക് മുറിവേൽക്കുന്നതായി തോന്നിയേക്കാം, പക്ഷെ ആ മുറിവൊക്കെ അപ്പ കെട്ടും. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ചില പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18-ാം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതക്കുകയും തൃക്കായി പൊറുപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൻ ശിക്ഷിക്കാത്ത മക്കളില്ല. എല്ലാ സ്നേഹമുള്ള അപ്പന്മാരും തങ്ങളുടെ മക്കളെ ശിക്ഷിക്കും. എന്തിനാ? അവരെ എന്നേക്കുമായി തല്ലിക്കൊല്ലേണ്ടതിനാണോ? അല്ല. നല്ലൊരു വ്യക്തിത്വമായി, നല്ലൊരു പുത്രനായി, പുത്രിയായി അവർ ഈ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ജീവിക്കേണ്ടതിനാ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവന്റെ മേൽ ഉത്തരവാദിത്തമുള്ള നമ്മുടെ സ്വർഗീയ പിതാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ചില മുറിവുകൾ, ചില വേദനകൾ, അത് നിങ്ങളെ തകർത്ത് കളയേണ്ടതിനല്ല, പകരം ഒരു നല്ല വ്യക്തിയായി നിങ്ങൾ പുറത്തു വരേണ്ടതിനാ. ഇപ്പോൾ ആ വന്നിരിക്കുന്ന മുറിവുകളുണ്ടല്ലോ, വേദനകളുണ്ടല്ലോ, അപ്പ തന്നെ പൊറുപ്പിക്കും. ശാന്തമായി അപ്പയുടെ കരത്തിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്ക. ഇപ്പോൾ പിറുപിറുക്കരുത്, മനസ്സ് കലങ്ങരുത്, ദൈവത്തെ സംശയിക്കരുത്. പകരം ഇതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ ദൈവത്തിൻ്റെ, എൻ്റെ അപ്പായുടെ കരമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നിങ്ങളായിരിക്കുക. പൂർണ്ണ സൗഖ്യത്തോടെ നിങ്ങൾ പുറത്തു വരും. അവിടെ ഇരുന്നെന്ന് പറഞ്ഞേ: അപ്പാ, അങ്ങയുടെ കരം തന്നെ എന്നെ സൗഖ്യമാക്കട്ടെ. ഞാൻ അതിനായി എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു. യെസ്, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ വിവിധ തലത്തിൽ പണിതുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന ചില വേദനകൾ ഞങ്ങളെ കൂടുതൽ ഭംഗിയോടെ, കൂടുതൽ അനുഗ്രഹത്തോടെ, തേജസ്സോടെ, മഹത്വത്തോടെ പുറത്ത് കൊണ്ടുവരേണ്ടതിനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾക്ക് വേദനിച്ചു, പക്ഷെ അപ്പോൾ തന്നെ ആശ്വസിപ്പിക്കുന്ന അങ്ങയുടെ കരവും ഞങ്ങൾ അനുഭവിച്ചു. നന്ദി അപ്പ. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലസ് ചെയ്യുന്നു. അപ്രകാരമുള്ള ചില മുറിവുകളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ അതിന്റെ പിന്നിൽ കർത്താവിന്റെ കരമാണ്, ഹി ഈസ് ഇൻ കൺട്രോൾ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകട്ടെ. അങ്ങയുടെ പൊന്നു മക്കൾക്കുണ്ടാകട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.